അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയാണ് ഇന്ന് ഈ ക്ലാസ്സിൽ നോക്കുന്നത്. 10th മാത്സിൻ്റെ ചാപ്റ്റർ 11 ജോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന ചാപ്റ്ററാണ്. അതിലെ പേജ് നമ്പർ 239 ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണും കേട്ടോ. പിന്നെ അതിൽ 3ാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് കോർണേഴ്സ് തന്നിട്ടുണ്ട്. അതായത് -1 5, പിന്നെ 3 7, ഇവിടെ 3 7 1 1. അതായത് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഈ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡാണ്. സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഈ കോർണറിൽ നിന്ന്, ഇപ്പോൾ ഇതാ ഈ കോർണറിൽ നിന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡിൻ്റെ മീഡിയം മധ്യത്തിലേക്ക്, അതായത് മിഡ് പോയിന്റിലേക്ക് വരയ്ക്കണ ലൈന്, പിന്നെ അതെല്ലാം ഓരോ 3 കോർണറിൽ നിന്ന് ഇങ്ങനെ കൂട്ടിമുട്ടുന്ന ഈ ഭാഗത്തിനാണ് സെൻട്രോയിഡ് എന്ന് പറയാം. അതായത് ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എടുത്താൽ ഇതിൻ്റെ ഈ ഓപ്പോസിറ്റ് സൈഡ് ഈ കോർണറിൽ നിന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കിടക്കുന്ന വശത്തിൻ്റെ മധ്യബിന്ദു എടുത്ത് മിഡ് പോയിന്റ് എടുത്ത് അതിലേക്ക് ലൈൻ വരയ്ക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ഈ കോർണറിൽ നിന്ന് ഈ സൈഡിൻ്റെ മിഡ് പോയിന്റ് എടുത്ത് അതിലേക്ക് ലൈൻ വരയ്ക്കുക. ഇങ്ങനെ 3 സൈഡ് വരച്ച് ഇതിൻ്റെ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ്, എല്ലാം കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് ഒരു പോയിന്റിലായിരിക്കും. ഇതിനെയാണ് സെൻട്രോയിഡ് പറയുക. അതിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുകയാണ് ചോദ്യം, അഥവാ മധ്യമ കേന്ദ്രം എന്ന് പറയും. അപ്പോൾ അതെങ്ങനെ നോക്കാം. അതായത് ഒരു സെൻട്രോയിഡിൻ്റെ ഈ കോർണറിൽ നിന്ന് ഇവിടേക്ക് നോക്കുമ്പോൾ ഇത് എല്ലാം കണ്ടത് 2:1 എന്നുള്ള റേഷ്യോയിലാണ്. ഇതിൻ്റെ ഈ തന്നതിൻ്റെ ഇരട്ടിയാണ് അല്ലേ, ഇരട്ടി നീളമാണ് ഈ ഭാഗത്ത് വരിക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേഷ്യോ എന്താ വരിക, 2:1 എന്നുള്ളതാണ്. ഇത് റേഷ്യോ 2:1 ആണ്. അപ്പോൾ അത് വെച്ച് നമ്മളിതിനെ കണ്ടുപിടിക്കാൻ പോകും. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു 2 അറ്റങ്ങളിലും ഉള്ള കോർഡിനേറ്റും ഒരു റേഷ്യോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ആ ഭാഗത്തെ ആ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയുള്ളത് ഇവിടെ ഈ അറ്റത്തുണ്ട്, പക്ഷേ ഈ ഭാഗത്ത് ഇല്ല. അപ്പോൾ ABC D, ഈ D എന്നൊരു പേര് കൊടുക്കാം അതിന്. അപ്പോൾ ഈ D എന്ന് പറയുന്ന ഭാഗം കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് കണ്ടാൽ മതി, ഈ ABയുടെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. അതായത് ഈ AB എന്ന വരയുടെ മിഡ് പോയിന്റിലേക്കാണ് ഈ ലൈന് വരച്ചിട്ടുള്ളത്. അപ്പോൾ Dയുടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് x1 + x2/2 y1 + y2/2. അപ്പോൾ ഇതിൽ x1 -1 പ്ലസ് ഇതിൽ 3 2, പിന്നെ ഇവിടെ y1 + y2. y1 എന്ന് പറയുന്നത് 5 പ്ലസ് y2 7/2. അപ്പോൾ -1 + 3 എന്ന് പറയുമ്പോൾ 2 2/2 = 1. 5 + 7 12. 12/2 ഇത് കിട്ടും 6. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് എന്താ വരിക, ഈ D എന്ന് പറയുന്ന പോയിന്റ് 1 6. നമുക്കിവിടെ 1 6 എന്ന് കിട്ടും. അപ്പോൾ ഇത് എഴുതാൻ 1 6. ഇനി നമുക്ക് അപ്പോൾ ഒരു ലൈൻ കിട്ടി, 2 അറ്റങ്ങളിലുള്ള കോർഡിനേറ്റ് കിട്ടി, അതിൻ്റെ റേഷ്യോ 2:1. അപ്പോൾ നമുക്ക് ഇതിലെ ഈ ഭാഗത്ത് വരുന്ന കോർഡിനേറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ x1 എടുക്കുക കേട്ടോ. അപ്പോൾ 1 1, ഇപ്പോൾ ഈ ഒരു ലൈൻ മാത്രം വരക്കുക. 1 1, ഇതിൻ്റെ 1 6, ഇതിൻ്റെ റേഷ്യോ 2:1 ആണ്. അപ്പോൾ ഇത് നമ്മൾ x1ഉം ഇത് y1ഉം ഇത് x2ഉം ഇത് y2 ആയിട്ട് എടുക്കുക. അപ്പോൾ x കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1 ഇതിൻ്റെ x 1 ആണ്. 1 പ്ലസ് ഇതിൻ്റെ റേഷ്യോ 2 അല്ല, ഈ ഒരു ഭാഗം 2,
പിന്നെ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 2/3. ഇനി എന്താ x2 - x1 ആണ്. ഇതിൽ x2 1 - 1 1 - 1 അപ്പോൾ 1 + 2/3 1 - 1 ഇൻറ്റു 0. ഏതൊരു നമ്പറിനെ 0 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്തെങ്കിലും കിട്ടും? 0. അപ്പോൾ 1 + അതായത് 2/3 ഇൻറ്റു 0 0 = 1. അതായത് ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് കിട്ടി 1 എന്നുള്ളത്. നമുക്ക് ഇതിൻ്റെ വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലത്തെ y1 എടുക്കുക. y1 എന്ന് പറഞ്ഞാൽ 1 + 2/3 ഇതിൻ്റെ റേഷ്യോ 2, പിന്നെ 2 + 1 3, പിന്നെ y2 - y1 6. ഇതിൻ്റെ y2 6 - 1 അല്ലേ? y1 1. അപ്പോൾ 1 + 2/3 6 - 1 ഇൻറ്റു 5. ഇനി നമുക്കിതിനെ ഇൻറ്റു ചെയ്യാം. i 2 10 10/3. അതായത് 2/3 ഇൻറ്റു 5 1 + അതുപോലെ എഴുതി 1 + 2 ഇൻറ്റു 5 10/3. അപ്പോൾ ഈ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡിനോമിനേറ്റർ ഈക്വലാക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ 1 ഇൻറ്റു 3 ചെയ്യണം. അതിൻ്റെ താഴെ ഡിനോമിനേറ്ററിലും 3 കൊടുക്കണം. അപ്പോൾ 1 × 3/3 + 10/3. 1 × 3 3 3/3 + 10/3. അപ്പോൾ 13/10 + 3 3. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് എന്തൊക്കെ വരും? ആദ്യം കിട്ടിയത് 1 അല്ലേ? ആദ്യം കിട്ടിയിട്ടുണ്ട് 1. അപ്പോൾ 1 വരും. പിന്നെ 13/3 ഇതാണ് ഈ ഭാഗത്തെ, അതായത് സെൻട്രോയിഡിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത്.